ഇവിടെ വർക്കാണ് ചെയ്തിട്ട് പൂർത്തിയായി കിടക്കുന്നത്. നൂറുകണക്കിന് കോടി രൂപയുടെ കെട്ടിടങ്ങളാണ് ഈ കോർപ്പറേഷനിൽ പണി പൂർത്തിയാക്കിയിട്ട് ഉപയോഗിക്കാതെ കിടക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഒരു നാട്ടിലെ ജനങ്ങളുടെ നികുതി പണം നൂറുകണക്കിന് കോടി രൂപ അവിടെയും ഇവിടെയും കോൺക്രീറ്റ് കുഴച്ചിട്ട് കെട്ടിടങ്ങൾ കെട്ടി ചിലർക്ക് AC വെച്ചിട്ടുണ്ട്, ഇങ്ങനെ ഉപയോഗിക്കാതെ. അങ്ങനെ ഒരു നാടിന് എങ്ങനെ മുമ്പോട്ട് സാധിക്കും? അങ്ങനെ നമ്മൾ ഒരു രൂപ ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാതെ എത്രയോ പേര് ഇപ്പൊ കുട്ടികൾക്ക് ബാഗ് കൊടുത്ത് മേയർ കെയർ പദ്ധതിയിൽ എന്ത് ഈശ്വരാനുഗ്രഹം കിട്ടിയവരാണെന്നറിയാം. ഓരോ കുട്ടികളെ വാങ്ങിച്ചുകൊണ്ട് ഓരോ 1000-1200 ബാഗും കിറ്റുകൾ നമ്മൾ കൊടുത്തു. അപ്പൊ ഇങ്ങനെ ജനങ്ങൾ പണമില്ലാതെ നരയിക്കുമ്പോഴേക്കും നമുക്ക് ഹൃദയമുള്ള ആർക്കാർ ഇങ്ങനെ ഇത് ചെയ്യാൻ സാധിക്കുന്നത്? കോർപ്പറേഷന്റെ അസറ്റ്, കോടിക്കണക്കിന് രൂപയുടെ അസറ്റ് പാഴായി പോവുകയാണ്. ചെറിയൊരു ഉദാഹരണം പറയാം. നമ്മുടെ ബോർഡുകൾ ലേലം കൊടുക്കുന്ന പരിപാടിയുണ്ട്. അല്ല, ഈ ബോർഡിന് ടാക്സ് പിടിക്കുന്ന പരിപാടി ഉണ്ടല്ലോ, അത് കൊടുത്തില്ല. അപ്പൊ പലപ്പോഴും പലരും പല അഭിപ്രായങ്ങൾ പറഞ്ഞു. ഈ കടകളുടെ സ്ഥാപനങ്ങളുടെ ബോർഡ് വെച്ചേക്കണെങ്കിൽ ഒരെണ്ണം വയ്ക്കാം, ബാക്കിയുള്ളതിന് നിശ്ചിത നികുതി കൊടുക്കണം. അതിന് കോർപ്പറേഷൻ സാധാരണ ടെൻഡർ ചെയ്യുകയും ഏതെങ്കിലും ഒരു കോൺട്രാക്ട് കിട്ടി. കഴിഞ്ഞ 40 ലക്ഷമോ 42 ലക്ഷം രൂപയ്ക്കായിരുന്നു ഒരു വർഷം പിടിച്ചിരുന്നത്. അവര് സ്റ്റാഫിനെ വെച്ച് പണം ചെലവാക്കി പിടിക്കും. അപ്പൊ പലരും പറഞ്ഞതനുസരിച്ച് അതിനെ വീണ്ടും ടെൻഡർ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പം ഫിനാൻസ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി മുമ്പാകെ ആ വിഷയം വന്നു. ഫിനാൻസ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി സ്ഥാപനങ്ങളൊക്കെ തന്നെ, വാടക കൊടുത്ത സ്ഥാപനങ്ങളൊക്കെ തന്നെ വീണ്ടും ലേലം ചെയ്യാൻ തീരുമാനിച്ചു. ഞാൻ ഇന്നലെ നമ്മളൊരു കാര്യം നിങ്ങൾ അറിവിലേക്ക് പറയുകയാണ്. 40 ലക്ഷം സാധാരണ 10% കൂട്ടി 44 ലക്ഷം രൂപയാവും. ടെൻഡർ ചെയ്തപ്പോഴേക്കും വേറെ ഒരു പരിശ്രമവും ഇല്ല. ടെൻഡർ ചെയ്തപ്പോൾ ഇന്നലെ പോയ എത്രയാണെന്ന് അറിയാമോ? 1,05,10,5 ലക്ഷം. ഫിനാൻസ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഇന്നലെ ചെയ്തപ്പോഴേക്കും 1,05,00,000 രൂപയ്ക്കാണ് പോയത്. ഒന്ന് ആലോചിച്ച് നോക്ക്. നമ്മൾ അങ്ങനെ ഒരു പരിശ്രമം നടത്താതിരുന്നുവെങ്കിൽ കോർപ്പറേഷന് കിട്ടേണ്ട ഏകദേശം 50-55 ലക്ഷം രൂപ കഷ്ടപ്പെട്ടു പോയാൽ 44 ആവും. എത്ര കൂട്ടിയാലും നമ്മുടെ പരമ്പരാഗത സിസ്റ്റം അനുസരിച്ച് 40-44 ആവും. 10% കൂട്ടിയിട്ട് 44, 5 44 കുറച്ച് നോക്കൂ. അപ്പൊ കോർപ്പറേഷൻ എത്രയാ? 56. ഒന്ന് ആലോചിച്ച് നോക്ക്. 56 ലക്ഷം 40 ലക്ഷം രൂപ കൊടുത്തോണ്ടുന്നത് ഒറ്റയടിക്ക് 50-60%, 50 100%, 100%, 100%ത്തിൽ കൂടുതൽ വർധനമാണ്. ആലോചിച്ച് നോക്കിയാ. ഞാൻ ചോദിക്കട്ടെ, ഇത്രത്തോളം അസറ്റുള്ള ഒരു കോർപ്പറേഷൻ എങ്ങനെ പോയാൽ മതിയാവോ? ഈ ഒരൊറ്റ ഉദാഹരണം ഞാൻ പറഞ്ഞത്. ഒരുപാട് ഒരുപാട് പറയാൻ കാണില്ല. അവർ ഒരുപാട് ലേലം നടത്തിയത് എല്ലാം തുക കൂടുതൽ കിട്ടിയതാണ് ഞാൻ അറിഞ്ഞത്. ചിലര് ബുദ്ധിപൂർവ്വം എടുപ്പുണ്ട്.